ഹലോ, എൻ്റെ പേര് ഡോക്ടർ നീനു. ഞാൻ ട്രിവാൻഡ്രത്ത് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ആണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചൊരു എല്ലാവർക്കും ഉള്ള കുറച്ച് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനാണ്. അതായത് സൈക്കോളജിസ്റ്റ് ആരാണ്? മരുന്ന് എഴുതുന്നത് ആരാണ്? നമുക്ക് തെറപ്പി എടുക്കാൻ ആരടുത്താണ് പോകുന്നത്? നമുക്ക് എല്ലാ കണ്ടീഷൻസിനും കൗൺസിലിംഗ് മതിയോ? തെറപ്പി മതിയോ? തെറപ്പി എടുത്താൽ എല്ലാം ശരിയാകുമോ? ഇങ്ങനത്തെ കുറേ ബേസിക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കാട്രിസ്റ്റ് ആരാണ് എന്നുള്ളതിൽ തുടങ്ങാം. MBBS കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ MD അല്ലെങ്കിൽ DPM DNB സൈക്കാട്രി ചെയ്യുന്നവരാണ് സൈക്കാട്രിസ്റ്റ്. അല്ലാതെ അത് കൂടാതെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ചൈൽഡ് ആൻഡ് അഡോളസെന്റ് സൈക്കാട്രി, കുട്ടികളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ജീറിയാട്രിക് സൈക്കാട്രി, എൽഡർലി പീപ്പിളിലെ സ്പെഷ്യലൈസേഷൻ, പിന്നെ ഫോറൻസിക് സൈക്കാട്രി, അതുപോലെ ഡി അഡിക്ഷൻ സൈക്കാട്രി, റീഹാബിലിറ്റേഷൻ സൈക്കാട്രി, അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് തുടങ്ങി കുറച്ച് സബ് സ്പെഷ്യാലിറ്റീസിൻ്റെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇനി സൈക്കോളജിസ്റ്റ് ആരാണ്? സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് നേരത്തേക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് RC സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സ്. നേരത്തെ RC MPhil ആയിരുന്നു ക്ലിനിക്കൽ സൈക്കോളജിയിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു അത് ഫേസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4 years ബാച്ചിലേഴ്സ് കോഴ്സും അതിൻ്റെ കൂടെ MClinsci മാസ്റ്റേഴ്സ് കോഴ്സുമാണ്. അല്ലാതെ നേരത്തെ പോലെ 3 year കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു മാസ്റ്റേഴ്സ് ചെയ്തിട്ട് MClinsci RC സ്റ്റിപ്പുലേറ്റ് ചെയ്ത് കോഴ്സ് ചെയ്യണം. RC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് ലൈസൻസ് കിട്ടി അതിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. CRR രജിസ്ട്രേഷൻ കിട്ടി പ്രാക്ടീസ്. നമുക്ക് അതുപോലെ തന്നെയാണ്. MBBS കഴിയുമ്പോൾ രജിസ്ട്രേഷൻ കിട്ടും. MD കഴിഞ്ഞിട്ട് അഡീഷണൽ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് ബോത്ത് സൈക്കാട്രിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് ഹാവ് ടു ഡിസ്പ്ലേ ദെയർ രജിസ്ട്രേഷൻ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ശരിക്കും നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടുന്നത് ഇവരെ രണ്ടുപേരാണ്. അതായത് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ യു കൻ കൺസൾട്ട് എ സൈക്കാട്രിസ്റ്റ് ഓർ എ സൈക്കോളജിസ്റ്റ്. അല്ലാതെ കുറച്ച് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ചെയ്ത വെൽനസ് കോച്ചസും ലൈഫ് കോച്ചസ് അല്ല വേറെ തെറപ്പിസ്റ്റുകളും ഒക്കെ ഉണ്ടാവും. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ വിത്ത് യു കൺസൾട്ട് സൈക്കാട്രിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ്. പിന്നെ അതിനനുസരിച്ച് വേണമെങ്കിൽ ദേ കൻ റെഫർ യു ടു ബിഹേവിയറൽ തെറപ്പിസ്റ്റോ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റോ അങ്ങനെയാണെന്ന് വെച്ചാൽ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ശരിക്കും ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെയാണോ സൈക്കാട്രിസ്റ്റിനെയാണോ കാണിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ ഫോളോ ചെയ്ത് വരുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പേഷ്യൻ്റ് OP ടിക്കറ്റായിട്ട് വരുന്നു. അവിടെ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നു. സൈക്കാട്രിസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ഇൽനെസ് ആണെന്നുള്ളത് മനസ്സിലാക്കി ജസ്റ്റ് ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറുന്ന പ്രശ്നമേ ഉള്ളോ, ഒരു തെറപ്പി എടുത്താൽ മാറുന്ന പ്രശ്നമേ ഉള്ളോ എന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ മെഡിസിൻ വേണ്ട ട്രീറ്റ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യും. ഇനി അതുമല്ല നമുക്ക് ഒരു സൈക്കാട്രിക് സിംറ്റം ആയിട്ട് വരുന്ന ആൾക്കാർ, ഈവൻ ഡിപ്രഷൻ്റെ സിംറ്റംസ് തന്നെ ആയിക്കോട്ടെ, കുറച്ച് നാളായി മിണ്ടാതിരിക്കുക, എപ്പോഴും സങ്കടം, ഒന്നിനോടൊരു താല്പര്യം ഇല്ലാതിരിക്കുക, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം എന്നൊക്കെ പറയുമ്പോൾ ഇത് ശരിക്കും ഡിപ്രഷനിൽ മാത്രമല്ല വരുന്നത്. അതായത് പലതരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസിലും ഇതുപോലത്തെ ലക്ഷണങ്ങൾ വരാം. SLE പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൽ വരാം. അപ്പോൾ അതുപോലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് റൂൾ ഔട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ഉചിതം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതാണ്. അപ്പോൾ ഇതിൽ ഇവാലുവേറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ്റെ കാരണമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാണോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ ശരിക്കുമുള്ള ഒരു സൈക്കാട്രിക് പ്രോബ്ലം ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിൻ്റെ സിവിയറിറ്റി നോക്കണം. അതായത് ഇപ്പം എല്ലാ കേസസിലും സൈക്കോതെറപ്പി കൗൺസിലിംഗ് ഒക്കെ ഇഫക്റ്റീവ് ആവില്ല. ഇപ്പം ബൈപോളാർ പോലെയുള്ള ഒരു ഡിസോർഡറിന്റെ മേനിക് ഫേസിൽ, അതായത് ഉന്മാദാവസ്ഥയിലുള്ള ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് ചാടി കയറി സൈക്കോതെറപ്പി കൊടുത്തു കഴിഞ്ഞാൽ മാറത്തില്ല. സൈക്കോതെറപ്പി എന്നും കൗൺസിലിംഗ് എന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി ടോക്ക് തെറപ്പിയാണ്. അതായത് നമ്മൾ തമ്മിലുള്ള ഒരു ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവിടെ. പക്ഷെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് പേഷ്യൻസിന് അവരുടെ ചിന്തകളിലുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരുടെ സ്വഭാവത്തിലുള്ള പെരുമാറ്റത്തിലും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കി അവർ തന്നെ അവരുടെ സ്വഭാവ രീതികളിലും ചിന്താരീതികളിലും ഒക്കെ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് തെറപ്പിയും കൗൺസിലിങ്ങും ഒക്കെ. കൗൺസിലിംഗ് കുറച്ചുകൂടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു തെറപ്യൂട്ടിക് രീതിയാണെങ്കിൽ സൈക്കോതെറപ്പി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഇപ്പം ഓരോ അസുഖത്തിനും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിപ്രഷൻ ആണെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി, അതുപോലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ളവർക്ക് എന്താ
ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറപ്പി, PTSD, EMDR, അങ്ങനെ പല തരത്തിലുള്ള സൈക്കോതെറപ്പീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്ട്രക്ചേർഡ് ആയിട്ട് കുറച്ച് ടൈം ഫ്രെയിമിൽ ഈ ഇത്രയും ഒരു ദിവസം 1 മണിക്കൂർ 40 to 50 അല്ലെങ്കിൽ 60 മിനിറ്റ്സ് ഫോർ ഒരു 12 to 14 സെഷൻസ്, അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് വരുന്ന ഒരു ചികിത്സാ രീതിയാണ് സൈക്കോതെറപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സൈക്കോതെറപ്പി എടുക്കണമെങ്കിലും കൗൺസിലിംഗ് എടുക്കണമെങ്കിലും ഒക്കെ നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. അതായത് ഭയങ്കര ആൻഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരാൾക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. അതുപോലെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലും നമ്മൾ അയാളോട് നിങ്ങളുടെ ചിന്തകളിലെ പ്രശ്നമുണ്ട് അത് മാറ്റണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കണ്ടീഷനിൽ ഇമീഡിയറ്റ് ആയിട്ട് ഒരു റിലീഫ് വരണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ സ്റ്റെബിലൈസ് ദ പേഷ്യൻറ്റ് വിത്ത് മെഡിക്കേഷൻ. വെൻ ദ പേഷ്യൻറ്റ് ഇസ് സ്റ്റേബിൾ, പിന്നെ യു ക്യാൻ ഗോ ഫോർ തെറപ്പി. ഓക്കെ. പിന്നെ അതുപോലെ എല്ലാ കേസസിലും നമുക്ക് സൈക്കോതെറപ്പി കൊടുക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും വന്നപ്പോൾ നമുക്ക് കാണാറുണ്ട് OPയിലൊക്കെ നല്ല ഫ്ലോറിഡ് ആയിട്ടുള്ള ബൈപ്പോളാറിന്റെ സിംറ്റംസോ സ്കിസോഫ്രീനിയന്റെ സിംറ്റംസോ ഒക്കെയുള്ള തീരെ ഇൻസൈറ്റ് ഇല്ലാത്ത, ഒട്ടും അവർക്ക് അറിയില്ല എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നോ ഒട്ടും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊന്നും നമുക്ക് സൈക്കോതെറപ്പി കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ആദ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നു സൈക്കാട്രിസ്റ്റിനെ കാണുക, എന്നിട്ട് അവർ റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല നിങ്ങൾക്ക് ഉറപ്പാണ്, അതായത് ഇതിപ്പം മൈൽഡായിട്ടുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ, ചെറിയ രീതിയിലുള്ള സ്ട്രെസ്സും അല്ലെങ്കിൽ വീട്ടിലെ വൈഫും ഹസ്ബൻഡും ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. അതർവൈസ് ഇറ്റ് വിൽ ബി ബെറ്റർ ദറ്റ് യു കൺസൾട്ട് എ സൈക്കാട്രിസ്റ്റ്.